കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടി എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും ദൈവത്തിന്റെ വലതു ഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട് എന്ന് നാം വചനത്തിൽ വായിക്കുന്നു. 30-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യത്തിൽ അവിടെ ദാവീദ് ഇങ്ങനെ പാടുന്നു: നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ചെന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദാവീദിന്റെ ജീവിത അനുഭവങ്ങളിൽ മരണത്തിന്റെ കണികൾ തന്നെ പിടിച്ച് മരണത്തെ മുഖാമുഖമായി കണ്ട് മരണത്തിന്റെ ആഴത്തിലേക്ക് മാറ്റപ്പെട്ട ഭക്തന്റെ ജീവിതത്തിൽ ദൈവം തന്റെ ദാസന്റെ നിലവിളി കേട്ട്, തന്റെ ദാസന്റെ പ്രാർത്ഥന കേട്ട് അവിടെ നിന്ന് തന്നെ ഉദ്ധരിച്ചെടുത്തു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവം തന്നെ ഉദ്ധരിച്ച വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ഇവിടെ ദൈവത്തിന് സ്തുതി പാടുകയാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ, നമ്മുടെ ജീവിതത്തിന്റെ സങ്കടങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ വേദനകൾ, നമ്മുടെ ജീവിതത്തിന്റെ നിലവിളികൾ, ആരാലും പരിഹരിക്കുവാൻ കഴിയാത്ത വിഷയങ്ങൾ, അവന്റെ സന്നിധിയിലേക്ക് നാം മുഖമുയർത്തുമ്പോൾ, ദൈവത്തോട് നാം പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ സൃഷ്ടാവായ ദൈവം ആ വിഷയത്തിന്മേൽ പരിഹാരം തരുവാൻ വിശ്വസ്തനാണ്. വചനം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതും ഇല്ല. നമ്മുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ, നാം സമൂഹത്തിൽ ലജ്ജിച്ചു പോകുവാൻ ദൈവം ഇട വരുത്തുകയില്ല എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. ജീവിതത്തിന്റെ മാറുകളെ മധുരമാക്കുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ളതാണ്. ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ അനേക കുടുംബങ്ങളിൽ, അനേക വ്യക്തികളിൽ അവരുടെ വിലാപങ്ങളുടെ മേൽ ദൈവം പരിഹാരം വരുത്തിയിട്ടുണ്ട്. യാക്കോബിന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കുമ്പോൾ ജോസേപ്പിന്റെ വേർപാട് എന്നും യാക്കോബിനൊരു വിലാപമായിരുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഏതാണ്ട് 22 വർഷത്തോളം തന്റെ മകനായ ജോസേപ്പിനെ കുറിച്ച് വിലപിച്ചുകൊണ്ട് ആ മനുഷ്യന്റെ ജീവിതം മുൻപോട്ട് പോയി എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഒരു ദിവസം അവനൊരു വാർത്ത കേട്ടു. അത് മറ്റൊന്നല്ല, നിന്റെ മകൻ ജോസേപ്പ് ജീവനോടെ ഇരിക്കുന്നു എന്നുള്ള വാർത്ത. അത് കേട്ടപ്പോൾ യാക്കോബിന് ചൈതന്യം വന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ജീവിതത്തിന്റെ ചില സംഭവങ്ങൾ നമ്മെ മരണത്തിലേക്ക് മാറ്റുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നിരാശകൾ വരുത്തുമ്പോൾ, ആ മേഖലകളിൽ പ്രവർത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. യാക്കോബിന്റെ ആ വിലാപത്തെ ദൈവം നൃത്തമാക്കി കൊടുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതേ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ വർഷങ്ങളായി നീ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ, അതിന്മേൽ പ്രവർത്തിക്കുവാൻ, പരിഹാരം തരുവാൻ ദൈവം വിശ്വസ്തനാണ് എന്നീ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അന്നായുടെ ജീവിതത്തിൽ ദുഃഖം വരുത്തിക്കൊണ്ട്, വിലാപങ്ങൾ വരുത്തിക്കൊണ്ട് ആയിരുന്ന മേഖലകളിൽ ദൈവം എന്താണ് ചെയ്യുന്നറിയാമോ? ദാൻ മുതൽ ബേർശേബ വരെ പ്രസിദ്ധമായി തീർന്ന, പ്രസിദ്ധനായി മാറിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു മകനെ കൊടുത്ത ദൈവം അന്നായുടെ വിലാപങ്ങളെ നൃത്തമാക്കി തീർത്തുവെങ്കിൽ, നീ ചില വിഷയങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് നിനക്ക് ദുഃഖമാണ്, വേദനകളാണ്, പഴിയാണ്, ദുഷിയാണ്, നിന്ദയാണ്. ഭാരപ്പെടേണ്ട. നിന്റെ ജീവിതത്തിൽ നിന്നെ പരിഹസിച്ചവർ കാൺകെ, ശത്രു കാൺകെ, വിരുന്നൊരുക്കത്തക്ക നിലകളിൽ നിന്റെ വിലാപങ്ങൾക്ക് ആനന്ദം വരുത്തിക്കൊണ്ട് നിന്നെ സഹായിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. അതെ, വിലാപങ്ങളുടെ മേഖലകളെ ആനന്ദമാക്കി മാറ്റുവാൻ, എന്ന് നീ ദുഃഖിച്ചിരിക്കുവാൻ ഉള്ളവനല്ല, എന്ന് നീ ദുഃഖിച്ചു കൊണ്ടിരിക്കുവാൻ ഉള്ളവളല്ല.
മൊർദെഖായിയുടെ ജീവിതത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ സംഭവങ്ങളുടെ നടുവിൽ അവൻ വിലപിച്ചു, അവൻ രട്ടുടുത്തു, അവൻ ശൂഷൻ രാജധാനിയുടെ മുമ്പേ ഒരു ഭ്രാന്തനെ പോലെ അവനായി. അവന്റെ ജീവിതത്തിൽ അവൻ കയ്പ് അനുഭവിച്ചു, വേദനകൾ അനുഭവിച്ചു, ദുഃഖം അനുഭവിച്ചു. എന്നാൽ എന്താണ് അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ദൈവം അവനെ മാനിച്ചു. അവന്റെ രട്ടിന്റെ വസ്ത്രത്തെ ദൈവം അഴിച്ചു മാറ്റി രാജകീയമായ വസ്ത്രം ദൈവം അവനെ ഉടുപ്പിച്ചു. അവൻ എത്രമാത്രം ദുഃഖിച്ചുവോ അതിന് പകരം ഇരട്ടിയായി ആനന്ദത്തിലേക്ക് ദൈവം മൊർദെഖായിയെ നടത്തി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി, ദൈവമുഖം അന്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം എന്നും ജീവിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ വിലാപങ്ങൾ, നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ കിടക്ക് ചില വിലാപങ്ങളുണ്ട്. എന്നും നിന്റെ ഹൃദയത്തെ തകർക്ക് ചില വിഷയങ്ങളുണ്ട്. ഭാരപ്പെടുന്ന സഹോദര, ഭാരപ്പെടുന്ന സഹോദരി, അതിന്മേൽ പ്രവർത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ഈ ദിവസങ്ങളിൽ മറുപടി തരുവാൻ, നീ ദൈവത്തെ സ്തുതിക്കുവാൻ, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവനെന്ത് പകരം കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന, ആനന്ദിക്കുന്ന അവസ്ഥകളെ ആക്കിത്തരുവാൻ ദൈവം വിശ്വസ്തനാണ്. അതെ, യായിറോസിന്റെ ഭവനം ഒരു വിലാപ ഭവനമായിരുന്നു. ഏകമകൾ മരിച്ചുപോയി. ഇനി ആ കുഞ്ഞിനെ ഉണർത്തുവാൻ ലോകത്തിലുള്ള ഒരു വൈദ്യശാസ്ത്രത്തിനും കഴിയുകയില്ല. എന്നാൽ അവനൊരു കാര്യം നിശ്ചയിച്ചു, എന്റെ ഈ മാറയിൽ, എന്റെ ഈ ദുഃഖത്തിൽ എന്നെ സഹായിപ്പാൻ യേശുവിന് കഴിയും. അവന്റെ ജീവിതത്തെ മധുരമാക്കുവാൻ, അവന്റെ വിലാപങ്ങളെ നൃത്തമാക്കുവാൻ കഴിവുള്ള യേശുവിന്റെ പാദപീഠത്തിൽ അവൻ വീണു. യേശു അവന്റെ ഭവനത്തിന്റെ ദുഃഖങ്ങളെ, ഭവനത്തിന്റെ മാറയെ, ഭവനത്തിന്റെ വിലാപങ്ങളെ യേശു മധുരമാക്കി കൊടുത്തു. ഇങ്ങനെയുള്ളൊരു കർത്താവാണ് നമുക്ക് വേണ്ടി ഉള്ളത് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. കുരുടന്മാരുടെ ദുഃഖങ്ങളെ, കുരുടന്മാരുടെ വിലാപങ്ങളെ, ദാവീദ് പുത്ര ഞങ്ങളോട് മനസ്സറിയണമേ, ഞങ്ങളോട് മനസ്സറിയുവാൻ ഇവിടെ ആരുമില്ല, ഞങ്ങളോട് മനസ്സറിയുവാൻ ഇവിടെ ആരുമില്ല, ദാവീദ് പുത്ര മനസ്സറിയണമേ, ഉറക്കം നിലവിളിച്ചു. ഞങ്ങളുടെ വിലാപങ്ങൾ, ഞങ്ങളുടെ പൊട്ടക്കണ്ണിനെ പ്രകാശമാക്കി തീർക്കുവാൻ അങ്ങേക്ക് കഴിയുമെന്ന് പറഞ്ഞുകൊണ്ടാ യേശുവിന്റെ പിന്നാലെ നിലവിളിച്ചു പോയവരുടെ ആ ദുഃഖങ്ങളെ, അവിടെ വിലാപങ്ങളെ, അവിടെ പ്രശ്നങ്ങളെ, അവിടെ രട്ടിനെ, അവരുടെ ദാരിദ്ര്യത്തെ ദൈവം മാറ്റി. അവരെ ആനന്ദത്തിലേക്ക് ദൈവം നടത്തി. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്റെ വിലാപങ്ങൾ മാറ്റിത്തരുവാൻ, നിന്റെ ഭവനത്തിന്റെ വിലാപങ്ങളെ മാറ്റിത്തരുവാൻ, നിന്റെ വേദനയെ മാറ്റിത്തരുവാൻ ദൈവം വിശ്വസ്തനാണ്. അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എന്നെ കേൾക്കുന്ന മക്കളുടെ ജീവിതത്തിന്റെ മാറകൾ, അവിടെ വിലാപങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ മാറ്റി ഈ ദിവസങ്ങളിൽ സന്തോഷത്തിന്റെയും ആനന്ദത്തെ അനുഭവങ്ങളാക്കി മാറ്റിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തിൽ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന് ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ചെറിയ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കേണ്ട സ്നേഹത്തോടെ കർത്തൃ ശുശ്രൂഷയിൽ പാസ്റ്റർ കെ സാമുവേൽ.